എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത്തപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് റോബസ്റ്റ് പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവനോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഏത്തപ്പഴം വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു മീഡിയം പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല പഴുത്ത ഉടഞ്ഞ പഴം നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പക്ക നമ്മൾ പഴം ഹൽവയല്ല, പഴത്തിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ പഴം നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പഴവും റവയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത്. സാധാരണ പഴം വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഹൽവയല്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നെയ്യുടെ അംശമൊക്കെ നമ്മുടെ റവയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റവയൊക്കെ നന്നായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റവ എത്രയാണോ എടുത്തത് അത്രയും അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വെള്ളമൊക്കെ നമ്മുടെ റവയിൽ നല്ലോണം അബ്സോർബായി വരും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഞാൻ ഇന്നെടുത്ത പഴത്തിന് കുറച്ച് മധുരം കുറവാണ്. പിന്നെ ഹൽവയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് മധുരം ഇല്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ധാരാളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ റവയിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്വാദ് കിട്ടും. അപ്പോൾ നമ്മുടെ റവയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് പഴം മാറ്റി വയ്ക്കുക, നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴം ചേർത്ത് ആ റവയുടെ എല്ലാ ഭാഗത്തും പഴം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം നമ്മൾ അടുപ്പത്ത് വെക്കരുത്. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ റവ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാനിനി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ആ ബൗളിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ പീസുകൾ കുറച്ച് ആ ട്രേയിൽ, പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുഡിംഗ് ട്രേയിൽ കുറച്ച് ഒന്ന് വിടർത്തി കൊടുത്തിടുക. പല സ്ഥലത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൽവ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ റവയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറാതെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ചൂടാറിക്കഴിഞ്ഞാൽ റവ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്ക്വയർ ഷേപ്പ്, നിങ്ങൾ ഏത് പാത്രമാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പീസായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാം. അതാണ് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി, അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണിത്. കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.